ഇത് ഞങ്ങൾ മനുഷ്യസാധ്യമായ എല്ലാം ചെയ്തു, എന്നിട്ട് ഇയാളുടെ മാത്രം കുഴപ്പം എന്നാണ് കെ സി പറയുന്നത്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമായി. താങ്കളുടെ മറുപടിക്ക് ശേഷം. ഡോക്ടർ അജിത് അങ്ങയോടാണ്. കേട്ടില്ല, ഞാൻ ചോദ്യം ഒന്നും കൂടി. മനുഷ്യസാധ്യമായ എല്ലാം ചെയ്തിരുന്നു, ഞങ്ങൾ എല്ലാ മുൻകരുതലും എടുത്തിരുന്നു എന്നാണ് കെ സി എ പറയുന്നത്. എന്നിട്ടും പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ ഒരൊറ്റ അവിടെ സർവൈലൻസ് ക്യാമറ ഉണ്ട് എന്ന് ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ടെങ്കിലും എനിക്കതിന് വിശ്വാസമില്ല. കാരണം അന്ന് കൃത്യമായിട്ട് നമ്മൾ ഈ കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത് അന്ന് എന്തുകൊണ്ട് നിങ്ങൾ സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്തില്ല? സർവൈലൻസ് ക്യാമറ ഉണ്ട്. 17-ാം തീയതി നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് കിട്ടി. കംപ്ലയിൻറ്റ് കിട്ടിയാൽ സർവൈലൻസ് ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ടത് ചെക്ക് ചെയ്തില്ല? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയൊരു വലിയൊരു കംപ്ലയിൻറ്റ് കിട്ടിയതിന് ശേഷം, ഇത്രയും വലിയൊരു കംപ്ലയിൻറ്റ് പരാതിക്കാരൻ എന്താ പറയുക, അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടിയതിന് ശേഷം 22-ാം തീയതി മെയ് നിങ്ങൾ വീണ്ടും എന്തുകൊണ്ട് ഈ മനുവിനെ ഈ പിങ്ക് ടൂർണമെൻറ്റിൽ കെ സി എയുടെ TCM പിങ്ക് T20 ചാലഞ്ചേഴ്സ് ടൂർണമെൻറ്റിന് കോച്ചായിട്ട് വീണ്ടും അപ്പോയിൻ്റ് ചെയ്തു? ഇതിനൊക്കെ ഒരു റിപ്ലൈ ഇല്ല. ഇത് ആക്ച്വലി ശ്രീജിത്ത് അല്ല ഇത് റിപ്ലൈ ചെയ്യേണ്ടത് വിനോദാണ്. ഇവിടെ വന്നിട്ട് റിപ്ലൈ ചെയ്യേണ്ടത് ശ്രീജിത്ത് അല്ല. ആദ്യം ഇവിടെ വരേണ്ടിരുന്നത് വിനോദായിരുന്നു. വിനോദാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. ശ്രീജിത്ത് പഴയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ മെമ്പറൊക്കെ ആയിരിക്കും, അദ്ദേഹം KCA മെമ്പറൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ ശ്രീജിത്തിനെ ബ്ലെയിമും ചെയ്യില്ല. കാരണം ശ്രീജിത്ത് ഒരു വളരെ ബിസി അഡ്വക്കേറ്റാണ്. അദ്ദേഹം ആലപ്പുഴ ബേസ്ഡാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എന്താ നടക്കുന്നതിനെ പറ്റി അദ്ദേഹത്തിന് എത്ര അറിയാമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്തുകൊണ്ട് KCA ഒഫീഷ്യൽസ് ഇത്രയധികം, നിങ്ങളിപ്പോൾ ഇത്ര വളരെ സ്ട്രോങ് ആയിട്ട് ശ്രീജിത്ത് വരുമെന്നൊക്കെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് KCA ഒഫീഷ്യൽസ് ഇത് പറയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട്, അതിലാണ് എനിക്ക് ആദ്യത്തെ ചോദ്യം. എന്തുകൊണ്ട് ജയേഷ് ജോർജ് വരുന്നില്ല? എന്തുകൊണ്ട് KCA സെക്രട്ടറി വിനോദ് വരുന്നില്ല? എന്തുകൊണ്ട് സാധാരണ എല്ലാത്തിനും വരുന്ന ബിനീഷ് കോടിയേരി എന്താ ഇതിന് വരാത്തത്? എന്തിനാണ് ഈ പറഞ്ഞ സൈക്കോയെ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് മറുപടി പറയേണ്ടി വരില്ല, വരില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ അതുകൊണ്ടാണ് വരാത്തത്. അതാ അവിടെയാണ്. ശരി, അതാണ് എന്തുകൊണ്ടാണ് ശ്രീജിത്ത് സെക്രട്ടറി ആയപ്പോ. ശരി, അല്ല അതൊക്കെയാണ് പ്രശ്നം. ഇതുപോലെയുള്ള അതിനൃശംസമായ കൊടും ക്രൂരത, മനുഷ്യത്വരഹിതമായ കാര്യം നടന്നിട്ട് എന്താണ് KCA പോലെ ഒരു സംഘടന ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് എല്ലാവരും ആശ്ചര്യപ്പെടുന്നത്.